ഈ വുമൻസ് റിസർവേഷൻ ബില്ല് പാസ്സാവാത്തതിൽ ഉമ്മാക്ക് എതിർപ്പില്ലേ? വനിതാ സംവരണ ബില്ല് പാസ്സാവുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണ നിരക്കെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ജനിച്ചുടനെയുള്ള മരണങ്ങൾ. അതുപോലെ പബ്ലിക് ഹെൽത്ത്, പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കൊച്ചിലാണെങ്കിൽ TV തുറന്നാൽ, ദൂരദർശൻ തുറന്നാൽ നാം ഒന്ന് നമുക്ക് രണ്ടെന്നൊക്കെയുള്ള കുടുംബാസൂത്രണത്തിന്റെ പരസ്യങ്ങളായിരുന്നു കൂടുതൽ. അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു മെയിൻ അജണ്ട ആയിരുന്നു. ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, എസ്പെഷ്യലി കേരളം പോലെയുള്ള സ്റ്റേറ്റ്സ്, അത് വളരെ കാര്യമായി എടുക്കുകയും എഡ്യൂക്കേഷൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ലിവിങ് ക്വാളിറ്റി, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുകയും പോപ്പുലേഷൻ ഒരു വീട്ടിൽ 2 or 1 കുട്ടികൾ മാത്രമാവുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗം നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഇൻഫന്റ് മെർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറഞ്ഞു, ശിശു മരണ നിരക്ക് കുറഞ്ഞു, പ്രസവിക്കുന്ന അമ്മമാരുടെ റേറ്റ് കുറഞ്ഞു, വളരെ കുറഞ്ഞു ഇല്ലാതായെന്ന് തന്നെ പറയാം. അങ്ങനെയൊക്കെ കുറയുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അവിടെ. എന്നിട്ട് നമുക്ക് ഇനി വനിതാ സംവരണത്തിലേക്ക് വരാം. ഈ വനിതാ സംവരണ ബില്ല് 33% വനിതകൾക്ക് റിസർവേഷൻ പാർലമെന്റിൽ കൊടുക്കുന്ന ബില്ല് 2023 തന്നെ പാസ്സായതാണ്. അത് ഇപ്പം സഭയിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം അതിന് റെഡിയുമാണ്. ഈ പ്രതിപക്ഷം പാസ്സാക്കിയില്ലേ എന്ന് പറഞ്ഞ്, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ചുപേരെ പറ്റിക്കാന്നല്ല, ഇവിടെ ഒന്നും ആർക്കും ഇത് മനസ്സിലാവാത്തവരൊന്നും അല്ല. ഇതിനകത്ത് എന്താവും, ഇതിന്റെ കൂട്ടത്തിൽ കയറ്റി പാസ്സാക്കാൻ നോക്കി ഒരെണ്ണമുണ്ട് ഡീലിമിറ്റേഷൻ ബില്ലെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ വീട്ടില് നിങ്ങൾ 2 മക്കളുണ്ടെന്ന് വെച്ചു, ഇബ്രാഹിം ഉണ്ട്, സിസ്റ്ററും ഉണ്ട്, നമുക്ക് 10 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അതിൽ 33% സിസ്റ്ററിന് കൊടുക്കുന്നു, ബാക്കി ഇബ്രാഹിമിന് തരുന്നതിന് പകരം ഞാൻ പറയാണ്, അല്ല അത് കൊടുക്കാൻ അവിടെ നിൽക്കാം, ആദ്യം നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന 10 സെന്റും കൂടെ മേടിക്കാം. ഇബ്രാഹിം പറയാണ്, ഞാനല്ല, ഇബ്രാഹിം പറയാണ്, അപ്പുറത്തെ 10 സെന്റും കൂടെ നമുക്ക് 2 കൂടെ കാശ് മുടക്കി മേടിക്കാം, എന്നിട്ട് അതിൽ നിന്ന് 33 കൊടുക്കാന്ന്. അപ്പൊ എന്ത് പറ്റും? അപ്പോഴും കൂടുതൽ ആർക്കാ കിട്ടുന്നത്? ഇബ്രാഹിമിന് തന്നെ കിട്ടും, അല്ലേ? അതാണ് താങ്കളുടെ ഉദ്ദേശം. അതായത് ഇപ്പൊ പാർലമെന്റിലുള്ള 543 സീറ്റുകളിലെ 33% വനിതകൾക്ക് റിസർവ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കുറെ പുരുഷന്മാരുടെ സീറ്റാണ് നഷ്ടപ്പെടുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യും? സീറ്റുകളുടെ എണ്ണം മൊത്തത്തിൽ 100-800 ആയിട്ട് കൂട്ടിയിട്ട് അതിൽ നിന്ന് 33 കൊടുക്കാന്ന്. അപ്പൊ എന്ത് പറ്റും? അവിടെ ആ പണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന പഴയ നേതാക്കന്മാർക്കൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് കൂടാതെ അതിനകത്ത് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാർട്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ നമുക്ക് ഹെൽത്ത് വൈസും പിന്നെ പോപ്പുലേഷൻ വൈസും വളരെ സൂക്ഷിച്ചും കണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ഒന്നും ഇല്ല. ഓരോ വീട്ടിലും ഒരുപാട് മക്കളുണ്ട്, ദാരിദ്ര്യം വളരെ കൂടുതലുണ്ട്. അപ്പൊ പോപ്പുലേഷന്റെ ബേസിലായിരിക്കും ഈ സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ സീറ്റുകൾ കൂടുക. അതായത് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ സീറ്റുകൾ വലുതായിട്ടൊന്നും കൂടാൻ പോകുന്നില്ല. പക്ഷെ നോർത്തിലൊക്കെ പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോൾ ഒരുപാട് സീറ്റ് കൂടും. അപ്പൊ എന്താ പറ്റുക? എപ്പോഴും അവർക്കൊരു മേൽക്കോയ്മ ഉണ്ടാകും. അതിനെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം തടഞ്ഞത്, ഒറ്റക്കെട്ടായി തടഞ്ഞത്. അല്ലാതെ അവര് വനിതാ സംവരണം ബില്ല് നടപ്പാക്കുന്നതിനെതിരെ